السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 113. ദുൽഹിജ്ജ മാസം പിറക്കുന്നതോടുകൂടെ നമുക്ക് നിർവഹിക്കാവുന്ന ഒരു സ്പെഷ്യൽ ഇബാദത്താണ് അത്തക്ബീറു ഇൻദ റുഇയത്തിൽ അൻആം. അതായത് ഉദ്ഹിയ്യത്തിന് പര്യാപ്തമാകുന്ന ഗണത്തിൽപ്പെട്ട മൃഗങ്ങളെ കാണുമ്പോൾ ചൊല്ലുന്ന തക്ബീർ. അത്തരം മൃഗങ്ങളെ കാണുമ്പോൾ മാത്രമല്ല, അവറ്റകളുടെ ശബ്ദം കേൾക്കുമ്പോഴും തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. വയുക്കബ്ബിറു നദുബൻ ഫി അശ്രി ദിൽഹിജ്ജ ഹീന യറാ ശംസ് ശൈഅൻ മിൻ ബഹീമത്തിൽ അൻആം ഔ യസ്മഉ സൗതഹ. ഉദ്ഹിയ്യത്തിന് മതിയാകാവുന്ന ഗണത്തിൽപ്പെട്ട മൃഗങ്ങൾ ആയാൽ മതി. ഓൾറെഡി ഉദ്ഹിയ്യത്തിന് ഒരുക്കി തയ്യാറാക്കി വെക്കപ്പെട്ടതോ അതല്ലെങ്കിൽ അതിന് യോഗ്യതയുള്ളതോ ആയിക്കൊള്ളണമെന്നില്ല. രോഗം കാരണമോ വൈകല്യം കാരണമോ പ്രായം തികയാത്തത് കാരണമോ ഉദ്ഹിയ്യത്തിന് നിലവിൽ യോഗ്യതയില്ലാത്ത ജീവിയാണെങ്കിൽ പോലും ഉദ്ഹിയ്യത്തിന് മതിയാകാവുന്ന ഗണത്തിൽപ്പെട്ട ജീവിയായതുകൊണ്ട് അത്തരം ജീവികളെ കാണുമ്പോഴും അവരുടെ ശബ്ദം കേൾക്കുമ്പോഴും ഈ തക്ബീർ സുന്നത്തുണ്ട്. ഇത് ദുൽഹിജ്ജ മാസം പിറവിയെടുത്തതോടുകൂടെ ആരംഭിക്കുന്നതും ബലിപെരുന്നാൾ സുദിനം മഗ്‌രിബാകുന്നതോടുകൂടെ ഈ തക്ബീറിൻ്റെ സുവർണാവസരം അവസാനിക്കുന്നതുമാണ്. അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ ഈ മൃഗത്തെ കാണുമ്പോഴുള്ള തക്ബീറിൻ്റെ സുന്നത്ത് ഇല്ല എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. ഈ തക്ബീർ നമ്മൾ സാധാരണ പെരുന്നാളിൻ്റെ അന്നൊക്കെ ചെല്ലുന്നത് പോലെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ദീർഘ ശൈലിയിലാണോ ചൊല്ലേണ്ടത്? അതല്ല ഒറ്റ തക്ബീറായി അല്ലാഹു അക്ബർ അങ്ങനെയാണോ ചൊല്ലേണ്ടത്? ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു എഴുതി വെക്കുന്നത് കാണും, മർറത്തൻ വാഹിദ, ഒരു വട്ടം മാത്രം ചൊല്ലിയാൽ മതി, അതാണ് സുന്നത്ത്. ദീർഘമായ തക്ബീറിൻ്റെ ശൈലി അങ്ങനെ സ്വീകരിക്കണം എന്ന് ചില പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും മദ്ഹബിൽ മുഅ്തമദായ പ്രബലമായ അഭിപ്രായം സിംഗിൾ തക്ബീർ ആണ് സുന്നത്തുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ മേൽപ്പറയപ്പെട്ട ഇനത്തിൽപ്പെട്ട മൃഗത്തെ ഒരു തവണ കാണുമ്പോൾ ഒരു തക്ബീർ, ഒരു കാഴ്ചക്ക് ഒരു തക്ബീർ, വീണ്ടും കാണുമ്പോൾ വീണ്ടും തക്ബീർ, കണ്ട മൃഗത്തെ തന്നെ രണ്ടാമത് കാണുമ്പോൾ രണ്ടാമത്തെ കാഴ്ചക്ക് വീണ്ടും തക്ബീർ. അങ്ങനെ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ തക്ബീർ കൊണ്ട് മുഖരിതമായിരിക്കണം. ആട്, മാട്, ഒട്ടകം എന്നീ ജീവികളിലൂടെ മനുഷ്യർക്ക്, വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ള വലിയ വലിയ അനുഗ്രഹങ്ങൾ. ആ ജീവികളെ സൃഷ്ടിച്ചു, അവറ്റകളുടെ പരമ്പര എക്കാലവും നിലനിർത്തി, ആ ജീവികളെ ഭക്ഷ്യയോഗ്യമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു. അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ബലി കൊടുക്കാൻ അള്ളാഹു സെലക്ട് ചെയ്തത് ഈ ആട്, മാട്, ഒട്ടകം ഇനത്തിൽപ്പെട്ട ജീവികളെയാണ്. ഇതെല്ലാം വലിയ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ 10 ദിവസങ്ങളിലെ തക്ബീർ. ശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിൽ വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, ഈ ആയത്തടിസ്ഥാനത്തിലാണ് ഈ സ്പെഷ്യൽ തക്ബീർ മശ്റൂആയിട്ടുള്ളത് എന്ന് മഹാനായ സക്കരിയ അൽ അൻസ്വാരി റളിയല്ലാഹു തആല അൻഹു അസ്നൽ മത്താലിബിലും
മറ്റു കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ ദുൽഹിജ്ജയുടെ പിറവിയോടുകൂടെയുള്ള 10 ദിനരാത്രങ്ങൾ ഈ സാഹചര്യങ്ങൾ സംജാതമാകുമ്പോൾ അഥവാ അൻആമിനെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നാം ശ്രദ്ധയോടെ ജാഗ്രതയോടെ തക്ബീർ മുഴക്കുക, അല്ലാഹു അക്ബർ എന്ന ആ മനോഹരമായ അല്ലാഹു ഏറ്റവും വലിയവനാണെന്ന ആ വചനം നാം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ മറ്റൊരു അർത്ഥം കൂടെയുണ്ട്. എന്താണ്? ബഹുദൈവ വിശ്വാസികൾ അവരുടെ ആരാധ്യ വസ്തുക്കളുടെ സാമീപ്യം കരഗതമാക്കുന്നതിന് വേണ്ടി ബലി കൊടുക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ അല്ലാഹുവല്ലാത്ത ഏത് ആരാധ്യരുടെ മുമ്പിലും എന്തിനെ ബലി കൊടുത്താലും ആ ബലിയൊന്നും അല്ലാഹുവിന് നൽകുന്ന ബലിയോട്, അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ബലികർമ്മത്തിനോട് യോജിക്കുകയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ബലി കൊടുക്കുന്ന നിങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ അതിൻ്റെയും മേലെയാണ്, അതിനെയും പടച്ചവനാണ് അല്ലാഹു അക്ബർ, അവൻ എല്ലാത്തിനേക്കാളും വലിയവനാണ് എന്ന ആ ഒരു അർത്ഥത്തിൽ നിന്നാണ് അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലി നമ്മൾ ഈ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ അതിൻ്റെ ശിആറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ ആചാരം നിലനിർത്തേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.